ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റോൾ പത്തിരിയുടെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഓവർ എണ്ണ ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരു സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാവ് പരത്തെ കുഴക്കേണ്ട ഒന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് അളവിലാണ് കേട്ടോ പൊടി എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ മൈദാപ്പൊടിയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3/4 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയ്ക്ക് ഏകദേശം 1.5 കപ്പ് വരെ പൊടി എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറഞ്ഞ അളവിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു അളവ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലപോലെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല ലൂസായിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാൻ തന്നെ വേണം നമ്മളിത് ഈ പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 2 തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് നോർമലായിട്ട് ഫില്ലിങ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് 1-2 റോളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റാം. ബാക്കിയുള്ള ആ ഒരു പോർഷനിൽ നമ്മളൊന്നും കൂടി മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി ഇനിയും ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് അത് ഇങ്ങോട്ടേക്ക് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള സൈഡിലേക്ക് വീണ്ടും മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചട്ടിപ്പത്തിരി ഒന്നും ചെയ്യുന്നതിൻ്റെ പകുതി പണിയും പോലും ഇല്ല. എന്നാൽ അതിലും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു പത്തിരി തന്നെയാണ് കേട്ടോ. നമുക്കിത് നല്ല ഈസിയാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സൈഡിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫില്ലിങ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡിൽ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്രത്തോളം ഫില്ലിങ് ആവശ്യമായിട്ടുണ്ടോ അത് എത്രത്തോളം കട്ടിയിലാണ് നമുക്ക് പത്തിരി ആവശ്യമായിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഏകദേശം ഒരു കട്ടി ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മൊത്തമായിട്ട് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു വലുപ്പമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ലാസ്റ്റുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ജസ്റ്റ് പകുതി വരെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി റോൾ ചെയ്തിട്ട് അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല ഒന്നൊന്ന് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം 2 സൈഡ് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ റോള് പോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുക. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. ആർക്കും റെഡിയാക്കി എടുക്കാൻ സിമ്പിളായിട്ട്. എന്നും എണ്ണക്കടിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓവർ എണ്ണയില്ലാതെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.